ഈശോനാഥനും എന്നെ സാക്ഷിപീഠത്തിൽ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അനഘ. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ ഗോതിർത്ത് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജൂൺ 4-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2023 സെപ്റ്റംബർ 2-നാണ് OET എക്സാം എഴുതിയത്. OETയുടെ വാലിഡിറ്റി 2 വർഷത്തേക്കാണ് ഉള്ളത്. എനിക്ക് അയർലൻഡ് സ്കോറായിരുന്നു അന്ന് ലഭിച്ചത്. ഞാൻ അന്ന് മുതൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ഒരു ഇൻ്റർവ്യൂ വരികയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രോസസ്സിങ് എല്ലാം സ്റ്റോപ്പായിരിക്കുന്നൊരവസ്ഥയായിരുന്നു. ആദ്യമായി അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അമ്മയുടെ കൂടെ ഉടമ്പടി പുതുക്കാനായി ഞാനിവിടെ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുവാനും ഈശോയോട് കൂടുതൽ അടുക്കുവാനും ഞാൻ തന്നെയാണ് ഉടമ്പടി എടുക്കേണ്ടത്. അങ്ങനെ അന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്, ജൂൺ 4-ാം തീയതി. അതിനുശേഷം ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെല്ലുകയും ഉപവാസം എടുക്കുകയും ദിവ്യബലിയിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. 3 മാസമായിട്ടും പ്രോസസ്സിങ്ങിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പോലെ തന്നെ നിൽക്കുകയായിരുന്നു. എങ്കിലും ഞാൻ അമ്മ മാതാവിനോടുള്ള വിശ്വാസം കൈവെടിയാതെ പൂർണ്ണമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിക്കുകയും ചെയ്തു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വരികയും ഉടമ്പടി പുതുക്കിയ ശേഷം ക്ലാസ്സിന് ശേഷം പ്രദക്ഷിണത്തിനായി നിൽക്കുമ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവൊന്ന് കാണിച്ചു തരണമെന്ന്. അന്ന് പ്രദക്ഷിണത്തിൽ എനിക്ക് മാതാവിൻ്റെ രൂപം വഹിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എപ്പോഴെങ്കിലും എൻ്റെ ഈ ആഗ്രഹം എനിക്ക് അമ്മ സാധിച്ചു തരൂ എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അന്ന് തന്നെ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചിരുന്നു. അച്ഛൻ മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ പാസ്പോർട്ടും OETയുടെ റിസൾട്ടെല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, 19-ാം തീയതി എൻ്റെ വിസ വരുമെന്ന് അച്ഛനന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലും കഴിഞ്ഞിട്ടില്ല, ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൂർണ്ണമായിട്ട് അമ്മ മാതാവിൽ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ഉടമ്പടി പുതുക്കിയത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ 17-ാം തീയതി എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വരികയാണ്, ഒക്ടോബർ 7-ാം തീയതിയിലേക്ക് നിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമായിരുന്നു 7-ാം തീയതി. എനിക്ക് ഉറപ്പായിരുന്നു ഇത് അമ്മ മാതാവ് തന്നെ എനിക്ക് തരുന്നതാണെന്നുള്ളത്. അത്രയും ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ വന്ന് ഒക്ടോബർ 7-ാം തീയതിയിലേക്ക് എനിക്ക് ആ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആവുന്നത്. ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രാർത്ഥനയിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ആ ഡേറ്റിനോട് അടുത്ത് ചിക്കൻ ബോക്സ് വരികയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അതൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്, കൊച്ചിയിൽ പോകണം, എന്ത് ചെയ്യും എന്നറിയാതെ ആകെ തകർന്ന നിമിഷമായിരുന്നു. ഞാൻ അമ്മ മാതാവിനെ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി. അമ്മ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നുള്ളത്. ചിക്കൻ ബോക്സ് ആയിരിക്കുന്ന സമയത്ത് 10 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്. എല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സവും കൂടാതെ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അത് പാസ്സാവുകയും ഞാൻ ചെയ്തു. അതിനുശേഷം ഇനി എനിക്ക് 4 മാസം കൂടി എൻ്റെ ഡേറ്റുകൾ തീരാനുള്ളൂ. എൻ്റെ മാർച്ചിൽ എൻ്റെ എല്ലാ ഡേറ്റുകളും തീരും. മാർച്ചിനുള്ളിൽ ഞാൻ പോകണം. പക്ഷേ എനിക്കിതൊന്നും ഒരു പ്രോസസ്സിങ്ങും പിന്നെയും നീങ്ങുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഏജൻസിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുക, ഏപ്രിൽ തുടങ്ങിയുള്ളവരെ അവർ കൊണ്ടുപോകുന്നുള്ളൂ, മാർച്ചിലുള്ളവർക്ക് പോകാൻ പറ്റില്ല എന്ന്. ഞാൻ ആകെ തകർന്നു പോയി. എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമിച്ചൊരു സമയമായിരുന്നു അത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മയാണ് ഈ ഇൻ്റർവ്യൂ എനിക്ക് തന്നതെങ്കിൽ അമ്മ തന്നെ എന്നെ അവിടെ എത്തിക്കണം, അല്ലാതെ എനിക്ക് വേറൊരു വഴി എൻ്റെ മുന്നിൽ ഇനിയില്ല. ഡിസംബർ 10-ാം തീയതിക്ക് മുമ്പ് അമ്മ എനിക്കിതിനൊരു ഉത്തരം തരണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഡിസംബർ 1-ാം തീയതി എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുവാണ്, മാർച്ചിലുള്ളവർ അവർ എടുക്കുവാണെന്നുള്ളത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഏജൻസിയിൽ പോയായിരുന്നു. അന്ന് അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ഏജൻസിയുടെ മുന്നിൽ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഏജൻസിയിൽ കയറി സംസാരിച്ചതെല്ലാം. അന്ന് വൈകുന്നേരം എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങളുടെ OETയും DLും എല്ലാം അയച്ചു തരാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അവർ മാർച്ച് തുടങ്ങിയുള്ള ആളുകളെല്ലാം എടുക്കുകയാണെന്ന്. അങ്ങനെ പ്രോസസ്സിങ് പിന്നെ മുന്നോട്ട് പോയി. പക്ഷേ മുന്നോട്ട് പോകുന്തോറും തടസ്സങ്ങൾ ഒന്നൊന്നായി പുറകെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. വിസയ്ക്ക് വെക്കുമ്പോഴും പേയ്മെൻറ്റുകൾക്കും എല്ലാം തടസ്സങ്ങളായിരുന്നു. പക്ഷേ അവിടെ എല്ലാം അമ്മ മാതാവിന് മുറുകെ പിടിച്ചപ്പോൾ അമ്മ മാതാവ് അത് ഓരോ ആളുകളുടെ രൂപത്തിലാണ് അമ്മ മാതാവ് എൻ്റെ മുൻപിലേക്ക് ഓരോ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസായിട്ട് എത്തിക്കൊണ്ടിരുന്നത്. എല്ലാ തടസ്സങ്ങളും ഒരു കുഴപ്പമില്ലാതെ എല്ലാം ശരിയാവുകയും അങ്ങനെ പ്രോസസ്സിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. വിസ വരാനുള്ള താമസം വന്നു. എനിക്ക് എക്സാമിന് അവിടെ അയർലൻഡിൽ ചെന്നിട്ടുള്ള ഒരു എക്സാമിന് ഡേറ്റ് കിട്ടിയത് മാർച്ച് 1-നും 7-നും ആയിരുന്നു. പക്ഷേ വിസ വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് ആ ഡേറ്റ് കിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലോട്ട് പോയി. പിന്നെ എക്സാം ഇല്ല, പിന്നെ എക്സാം വരുന്നത് ഏപ്രിലാണ്.
അപ്പോൾ എൻ്റെ ഡേറ്റുകളെല്ലാം തീരും, എനിക്ക് പോകാൻ പറ്റത്തില്ല, ഫുൾ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ അമ്മ മാതാവിനോട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ തിങ്കളാഴ്ച എൻ്റെ വിസ അപ്രൂവ് ആവുകയും ബുധനാഴ്ച എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി, ടിക്കറ്റും എടുത്തു. അമ്മ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മാർച്ച് 1 എക്സാമിന് ഡേറ്റ് കിട്ടി. ഞാൻ വ്യാഴാഴ്ച 4:30 ഫ്ലൈറ്റിന് അയർലൻഡിലേക്ക് പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ദിവ്യബലിയിൽ എല്ലാ ദിവസവും നേരത്തെ തുടങ്ങി പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഉടമ്പടിയിലായതിനു ശേഷം ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയോട് കൂടുതൽ അടുക്കുവാനും കുറേ നേരം ഈശോയോട് ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക അനുഗ്രഹം എനിക്ക് ഉടമ്പടി വഴി ലഭിച്ചിട്ടുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും കൃപാസനം പത്രം എല്ലാ വീടുകളിലും കയറിയിറങ്ങി കൊടുക്കാറുണ്ട്. ഞാനൊരു നഴ്സായിരുന്നത് കൊണ്ട് തന്നെ രോഗികൾക്കും കൊടുക്കാറുണ്ട്. അവരോടെല്ലാം അമ്മ മാതാവിനെക്കുറിച്ച് പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ തടസ്സങ്ങൾ ഓരോ ഘട്ടത്തിലുണ്ടായിട്ടും അവിടെ എല്ലാം എന്നെ അമ്മ മാതാവ് കൈപിടിച്ചുയർത്തി. ഇതെല്ലാം ഞാൻ ശുശ്രൂഷിക്കുന്ന രോഗികളോടും എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കൃത്യമായ രീതിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഡെയിലി ബ്രെഡും എല്ലാം കൃത്യമായി തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. പക്ഷെ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ അതിനൊക്കെ കുറേ മാറ്റം വരികയും സ്നേഹത്തോടു കൂടി എല്ലാവരോടും സംസാരിക്കാനും ഒരു ശാന്തമായൊരു സ്വഭാവമൊക്കെ പരിശുദ്ധമ്മ നൽകി എനിക്ക് ഇതിലൂടെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ജോഷുവ 24:24 ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്ക് കേൾക്കുകയും ചെയ്യും. അനഘ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ക്ലേശകാലങ്ങളിൽ പരിശുദ്ധമ്മ കരം പിടിച്ച് നടത്തുകയും മകൾ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന നിയോഗത്തെ അനുഗ്രഹിച്ച് പരിപാലിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഉടമ്പടി ജീവിതം ഏറ്റവും ശരിയായ അർത്ഥത്തിൽ ദൈവത്തെ നിഷ്കളങ്കതയോടുകൂടി സേവിക്കുവാനുള്ള തീരുമാനമെടുക്കുന്ന ജീവിതമാണ്. മറ്റെല്ലാത്തിനേക്കാളും ഉപരി എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുകയും എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഞാൻ മുന്നേറുകയും ചെയ്യുമെന്ന് നാം ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു ജീവിത പ്രഘോഷണമാണ് ഉടമ്പടി എന്നത്. അതുകൊണ്ട് ഉടമ്പടിയിൽ ഒരാൾ പ്രവേശിച്ചാൽ പഴയതുപോലെ ജീവിക്കുവാനാവില്ല, പഴയ രീതികളിൽ തുടരുവാനുമാവില്ല. ആന്തരികമായ പരിവർത്തനം ബാഹ്യമായ പ്രവൃത്തികളിലൂടെ ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെയും സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം ഓരോരുത്തരും ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് മകൾ പറയുന്നത്. ഞാൻ നേരത്തെ കണ്ടിരുന്ന കുർബാന പോലെ അല്ല ഉടമ്പടിക്ക് ശേഷം ഞാൻ പങ്കെടുത്ത ദിവ്യബലികൾ. കുറേ കൂടി ഈശോയുടെ ചേർന്ന് ആ ബലിയിൽ ആത്മഭാരത്തോടു കൂടി പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നു. ഞാൻ നേരത്തെ ശുശ്രൂഷിച്ചിരുന്നത് പോലെയല്ല രോഗികളുടെ അരികിൽ ഞാൻ ശുശ്രൂഷിച്ചിരുന്നത്. കുറേ കൂടി കരുണയോടും സ്നേഹത്തോടും അവരുടെ ജീവിതാവശ്യങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നു. ഞാൻ നേരത്തെ പെരുമാറിയതുപോലെയല്ല ഉടമ്പടിക്ക് ശേഷം ഞാൻ മറ്റുള്ളവരോട് പെരുമാറിയത്. എൻ്റെ ദേഷ്യത്തിനും വാശികൾക്കുമൊക്കെ പകരം കരുണയും സംയമനവും സമാധാനവും കൊണ്ട് എൻ്റെ പെരുമാറ്റത്തിന് ഗുണപരമായ വ്യത്യാസങ്ങൾ വന്നിരുന്നുവെന്ന്. ഉടമ്പടിയിൽ ഈശോ എപ്പോഴും നമ്മളിൽ നിന്നും കാണുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ പരിശോധിക്കുന്നത്, ഉടമ്പടി എത്ര കണ്ട് നിങ്ങൾ ദൈവത്തിന് ഉടമസ്ഥതയുടെ ജീവിതമായി മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ദൈവത്തോട് മാത്രമേ നമുക്ക് വിശ്വസ്തതയുള്ളൂ, ദൈവത്തോട് മാത്രമേ നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതുള്ളൂ. ദൈവസന്നിധിയിൽ മാത്രമാണ് കൃപ കണ്ടെത്തിക്കൊണ്ട് ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ചേർക്കും വിധം ഈ ലോകത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുള്ളൂ. അങ്ങനെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്ന വിധം ജീവിതത്തെ നാം സ്വയം ക്രമീകരിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുവാനും എളിമപ്പെടുത്തുവാനും സന്തോഷത്തിനും സ്നേഹത്തിനും വ്യയം ചെയ്യുവാനും തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഈശോ എത്ര ക്ലേശത്തിലും എത്ര സാധ്യതകളില്ലാത്തപ്പോഴും എത്ര കണ്ട് നാം ഭാരപ്പെട്ട് നടക്കുമ്പോഴും അത് ഏറ്റെടുത്ത് അനുഗ്രഹിക്കുമെന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ എൽത്താരയിൽ പങ്കുവെക്കുന്നത്. പലതവണ വിദേശത്തേക്കുള്ള യാത്ര ഇനി നടക്കില്ല, നീട്ടപ്പെടും
എന്ന് അവൾക്ക് തന്നെ തിരികെ മറുപടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വസ്തയോടെ ഉപയോഗിച്ച് ഈശോയുടെ സ്നേഹത്തിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ട് നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ സമയച്ചുരുക്ക മാതാവ് ആ പ്രശ്നങ്ങളും തടസ്സങ്ങളും നീക്കി സുഗമമായി മകളുടെ വിദേശത്തേക്കുള്ള യാത്രയെ ശുഭകരമാക്കുന്നതാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. മകൾക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിതാനുഭവത്തിനും ഈ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.